കൂടുതൽ വിവരങ്ങൾ അതിന് കൃത്യമായ ഒരു നിമിഷം അനീഷ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ മുൻ മന്ത്രി ശ്രീമതി കെ കെ ശൈലജ MLA നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി കെ കെ ശൈലജ, ഏത് വിധത്തിൽ ആണ് ഇതിനെ കാണുന്നത്? എത്രക്ക് പ്രധാനപ്പെട്ടതാണ് കോടതിയുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഉത്തരവ്? ഹലോ, കേൾക്കാമോ? ഹലോ, ടീച്ചർ കേൾക്കാമോ? കേൾക്കാം. ഞാൻ അസംബ്ലിയുടെ എവിടെയുള്ള റേഞ്ച് കുറവാ. നമ്മുടെ ഈ WCCയുടെ ഹർജിയിൽ ഡിവിഷൻ ബെഞ്ച്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഉത്തരവിറക്കിയിട്ടുണ്ട്. അവരുടെ ആവശ്യം ഈ ലൊക്കേഷനുകളിൽ ഒരു ആഭ്യന്തര പരാതി പരിഹാര സമിതി വേണമെന്നായിരുന്നു. അത് വേണം എന്ന നിലപാടിലേക്ക് കോടതിയും എത്തിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഏത് വിധത്തിൽ, എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. ഈ നേരത്തെ തന്നെ വിശാഖ കേസിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന നിയമം ഉണ്ടായിരുന്നു. അതനുസരിച്ച് എല്ലാവർക്കും നിർദ്ദേശവും ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ സിനിമാ സെറ്റുകൾ അത്തരത്തിലുള്ള സ്ഥിരമായിട്ടൊരു കേന്ദ്രമാകുമോ എന്നെല്ലാമുള്ള ഒരു സംശയമൊക്കെ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉന്നയിക്കാറുണ്ട്. ഇപ്പോൾ കോടതി വിധി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും അത് പോസിറ്റീവായിട്ടാണെന്നാണ് പറഞ്ഞ. ഞാൻ അസംബ്ലിയിലായതുകൊണ്ട് വിധി എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ അത് അനുകൂലമായിട്ടാണ് കോടതി വിധിയെങ്കിൽ വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. കാരണം സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പരാതി പരിഹാര സെറ്റുകൾ ഉണ്ടാവുക, കമ്മിറ്റികൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുന്നു. അടിയന്തരമായും സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇത്തരം ഇടങ്ങളിലെല്ലാം പരാതി പറയാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന് അതുവഴി സാധിക്കും എന്ന നല്ല പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് ഈ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യും. ടീച്ചർ ഇത് പറഞ്ഞു. ഇതിപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. വിധി ഇതിന്റെ ആദ്യ രൂപം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എങ്കിലും ഇത് ഓരോ സ്ഥാപനങ്ങളിൽ പരാതി പരിഹാര സംവിധാനങ്ങൾ കൊണ്ടുവരുന്ന പോലെ ആകില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു നിശ്ചിത കാലയളവിലേക്ക് കുറേയേറെ ആളുകൾ ചേർന്ന് ആ നിശ്ചിത കാലയളവിലേക്ക് മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഇടങ്ങളാണല്ലോ ഈ സിനിമാ ലൊക്കേഷനുകൾ. അപ്പോൾ അത് ഒരു വ്യത്യസ്തതയാർന്ന സമീപനം വേണ്ടി വരികയില്ലേ ഈ സംവിധാനവും സമിതിയുമൊക്കെ ഏർപ്പാടാക്കുമ്പോൾ? അത്തരം ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ടോ? അത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ അല്ലേ? തീർച്ചയായിട്ടും അത് കോടതി അതിനെക്കുറിച്ച് വിശദീകരണം നൽകിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു സ്ഥാപനം എന്നുള്ളതിന്റെ പരിധിയിൽ ഇത്രയുള്ള ലൊക്കേഷനുകൾ വരുമോ എന്നുള്ള സംശയമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത് വൈകിപ്പോയിരുന്നത്. എന്നാൽ കോടതി തന്നെ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു വിശദാംശവും കൂടി അടങ്ങിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. താൽക്കാലികമായിട്ടുള്ള സംവിധാനമായിട്ടാണോ അത് വരിക, അല്ല പൊതുവായിട്ടുള്ള ഒരു മാനദണ്ഡം അനുസരിച്ച് സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഈ സമിതികൾ രൂപീകരിക്കണമെന്നാണോ നിർദ്ദേശം എന്നുള്ളതെല്ലാം തന്നെ ആ കോടതി വിധിയുടെ ഒരു പരാമർശം കൂടി പൂർണ്ണമായിട്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. എന്തായാലും തത്വം വളരെ ശരിയാണ്. അതിന്റെ ധാർമ്മികത അത് വളരെ ശരിയാണ്. സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടത്ത് പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിലാണ് ചിലര് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതായിട്ട് പരാതിപ്പെടുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ പരാതി പരിഹാരത്തിനുള്ള സംവിധാനം ലൊക്കേഷനുകളിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അതിന്റെ പ്രായോഗികതയും അത് എങ്ങനെയാണ് സ്ത്രീകൾ രൂപീകരിക്കുക എന്നുള്ളതും കോടതി വിധി പൂർണ്ണമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. വളരെ വളരെ നന്ദി ടീച്ചർ, ഞങ്ങളോട് അക്കാര്യത്തിൽ പ്രതികരിച്ചത് വളരെയധികം നന്ദി. സിനിമാ മേഖലയിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി വേണം എന്നാണ് ഹൈക്കോടതിയും ഉത്തരവിട്ടിരിക്കുന്നത്. കെ കെ ശൈലജ ടീച്ചർ അതോട് പ്രതികരിക്കുകയായിരുന്നു.